ഹായ് മക്കളെ, അമീൻ സാറാണ്. തംബ്ലയും കണ്ടതുപോലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മുട്ടൻ പണി തന്നെയാണ് വരാനിരിക്കുന്നത്. ഒന്നാമത് നിങ്ങൾക്കറിയാം, ബാക്കിയുള്ള ക്ലാസ്സുകളെ പോലെയല്ല, നിങ്ങളെ ബുക്ക് എന്ത് ചെയ്തു, ഈ വർഷം മാറ്റം വന്നിരിക്കുകയാണ്. ബുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, കുറേ ചാപ്റ്റേഴ്സ്, അതിൽ ഒരുപാട് പേജുകൾ, നല്ല രീതിയിൽ കണ്ടന്റുകൾ വർദ്ധിച്ചിരിക്കുകയാണ്. മക്കൾ, നിങ്ങൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മാത്രം എടുക്കുകയാണെങ്കിൽ സോഷ്യലിൽ ജോഗ്രഫിയിൽ 36ഓളം പേജുകളാണ് 1ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ഹിസ്റ്ററി എടുക്കുകയാണെങ്കിലോ ഹിസ്റ്ററിയിലും 24 പേജുകൾ നിങ്ങൾക്ക് പഠിക്കണം. അങ്ങനെ ഒരു ചാപ്റ്റർ മാത്രം ഓൺ എക്സാമിന് പഠിച്ചാൽ മതിയോ? അല്ല, 1ാമത്തെ ചാപ്റ്റർ ഉണ്ടാവും, 2ാമത്തെ ചാപ്റ്റർ ഉണ്ടാവും, 3ാമത്തെ ചാപ്റ്റർ ഉണ്ടാവും, 4ാമത്തെ ചാപ്റ്ററിൻ്റെ പകുതി ഉണ്ടാവും. ഇത്രത്തോളം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓൺ എക്സാമിന് പഠിച്ച് തീർക്കേണ്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട്. ഓൺ എക്സാമിന് കുറേ ദിവസം ഉണ്ടാവും. വെറും 60 വർക്കിംഗ് ഡേയ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ആ 60 വർക്കിംഗ് ഡേയ്സിന് പുറമെ, അല്ലെങ്കിൽ ആ ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് സ്കൂൾ കലാമേളകൾ, ശാസ്ത്രമേളകൾ, കായിക മേളകളൊക്കെ വരാൻ പോകുന്നതാണ്. പ്രത്യേകിച്ച് 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, നമ്മളെല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുന്ന മക്കളാണ്. സ്വാഭാവികമായിട്ട് ഈ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പാണ് 9ാം ക്ലാസ്സിലെ ഓൺ എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. ആ സമയത്താണ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ 36 പേജ് ആലോചിക്കട്ടെ മക്കളെ, ഈ 36 പേജ് 3-4 ഷോർട്ട് നോട്ടുകളായിട്ട് മാറിയാൽ എങ്ങനെ ഉണ്ടാവും? വെറും 4 പേജിൽ ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ 2 പേജിൽ ഒരു ചാപ്റ്റർ മാറ്റിയാലോ കഴിയും. അതെങ്ങനെയല്ലേ നമ്മൾ നിഞ്ച ബാച്ച്. നിങ്ങൾ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ നോട്ട് അല്ലെങ്കിൽ ആ സ്ലൈഡ് മാത്രം മതി നിങ്ങൾക്ക് പഠിക്കാൻ. സോഷ്യൽ സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ എത്രയാണോ പോയിന്റ്സ്, ആ പോയിന്റിനാണ് നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരിക. മാത്രമല്ല, നിങ്ങൾ നിഞ്ച ബാച്ച് ജോയിൻ ചെയ്യുന്നതോടെ നിങ്ങൾ പ്രത്യേകം എന്താ അറിയോ, നിങ്ങൾ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കുകയും അതിലെ പോയിന്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പരിപാടിക്ക് പോകട്ടെ, ക്ലാസ്സുകൾ മിസ്സായാൽ പോലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ നോട്ട് നോക്കിയിട്ട് പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ നോട്ടുകൾ കാണാം, ഇത് സാർ ഉണ്ടാക്കിയതാട്ടോ. ഇതേപോലത്തെ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾക്ക് നിഞ്ച ബാച്ച് ജോയിൻ ചെയ്താൽ കിട്ടും. അതോടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അവസാനത്തെ സമയത്ത് ഇരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ കഴിയും. മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. കാരണം അവസാന സമയത്ത് എത്തുമ്പോഴത്തേക്കും, ഏകദേശം ജൂലൈ ഓഗസ്റ്റ് എത്തുമ്പോഴത്തേക്കും നമ്മൾ സ്കൂളുകളിൽ എല്ലാ പ്രോഗ്രാമും തുടങ്ങും. അതിന് മുന്നേ തന്നെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു കഴിയണം. കാരണം 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ നിഞ്ച ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ സാധിക്കും. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫാക്കൽറ്റീസാണ് നമ്മളെ നിഞ്ച ബാച്ചിൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ വരുന്നത്. സോ നമുക്ക് അവിടെ വെച്ച് കാണാം.